FCRA ഭേദഗതി ബില്ലിനെതിരെ പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷ പ്രതിഷേധം. ബിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുള്ള എംപിമാരുടെ പ്രതിഷേധത്തിൽ ലോക്സഭ തടസ്സപ്പെട്ടു. സ്പീക്കറുടെ ഡയസിന് മുന്നിൽ മുദ്രാവാക്യം വിളിയുമായി പ്രതിഷേധം കടുത്തോടെ സഭ 12 മണിവരെ നിർത്തിവെച്ചു. ബിൽ ഇന്ന് ചർച്ചയില്ല എന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ദേശീയ സുരക്ഷ മുൻനിർത്തിയാണ് ഭേദഗതിയെന്നും കേരളത്തിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് ചർച്ചയാക്കാൻ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും കള്ളം പ്രചരിപ്പിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു. റഷീദ് കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. റഷീദ്, ഇത് കേരളത്തിലടക്കം തെരഞ്ഞെടുപ്പ് സമയത്ത് ചർച്ചയാക്കുന്നു എന്ന അപകടം അണത്തിട്ട് തൽക്കാലം അതൊന്ന് ഹോൾഡ് ചെയ്യുകയാണോ കേന്ദ്ര സർക്കാർ? നിഷാദ്, അത്തരത്തിലുള്ള ഒരു നീക്കം തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും ഈ FCRA ബില്ല് ഇന്ന് ചർച്ച ചെയ്യുമെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ലോക്സഭയുടെ റിവൈസ്ഡ് ലിസ്റ്റിൽ വന്നിരുന്നത്. ഇന്ന് ഈ വിഷയം സഭയുടെ പരിഗണനയ്ക്ക് വരുന്നു എന്നുള്ളതാണ്. പക്ഷേ സഭാ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നടക്കം ശക്തമായിട്ടുള്ള പ്രതിഷേധവും അതോടൊപ്പം പ്രതികരണവും ഉണ്ടായതിന് പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇതിൽ നിന്നും താൽക്കാലികമായി പിൻവാങ്ങുന്നു എന്നുള്ള സൂചനകൾ ലഭ്യമാകുന്നത്. അതായത് ഈ പാർലമെന്റ് ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ പ്രതിപക്ഷ എംപിമാർ, പ്രത്യേകിച്ചും കേരളത്തിൽ നടക്കമുള്ള പ്രതിപക്ഷ എംപിമാർ വലിയ രീതിയിൽ പ്രതിഷേധം ഉയർത്തുകയായിരുന്നു. ഈ ബില്ലുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകരുത്, ബില്ല് പിൻവലിക്കണമെന്നുള്ള ആവശ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയ മുദ്രാവാക്യം അടക്കം പ്രതിപക്ഷ എംപിമാർ മുന്നോട്ട് വെക്കുകയും ചെയ്തു. പക്ഷേ ഇതിൽ ചർച്ച ചെയ്യണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നെങ്കിൽ പോലും അത് നിരസിക്കുന്ന സമീപനം സ്പീക്കർ ഓം ബിർളയുടെ ഭാഗത്ത് ഉണ്ടാവുകയായിരുന്നു. പക്ഷേ വലിയ പ്രതിഷേധം വീണ്ടും പ്രതിപക്ഷം ഉയർത്തിയതോടുകൂടിയാണ് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഈ വിഷയത്തിൽ ഇടപെടുകയും കൃത്യമായിട്ടുള്ള ചില കാര്യങ്ങൾ പരാമർശിക്കുകയും ചെയ്തിട്ടുള്ളത്. അതായത് FCRAയിൽ ഇന്ന് ചർച്ചയുണ്ടാകില്ല എന്നുള്ളതാണ്. പക്ഷേ എന്ന് ഉണ്ടാകും എന്നുള്ള ഒരു വ്യക്തത അദ്ദേഹം വരുത്തിയിട്ടില്ല. അതേസമയം കേരളത്തിനെതിരെയും കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയും കടുത്ത ഒരു ആരോപണം കൂടി അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് നിലവിൽ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് ഇത്തരം വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്നുള്ള ഒരു ആരോപണമാണ് അദ്ദേഹം ഉയർത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സംഘടനകൾ, ഏതെങ്കിലും തരത്തിലുള്ള സംഘടനകളെയോ NGOയോ തങ്ങൾ ലക്ഷ്യം വെക്കുന്നില്ല.